വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ NHAI ശ്രമം. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ CI ഓഫീസ് ജംഗ്ഷൻ സിഗ്നലിനെ തെക്കുവശത്തുള്ള വലിയ കാന പൊളിച്ചു മാറ്റിയാണ് NHAI അധികൃതർ ഓടക്കുഴലിന്റെ വലിപ്പമുള്ള കാന നിർമ്മിച്ചത്. കൊടുങ്ങല്ലൂർ നഗരത്തിൽ പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോയി പെരുന്തോട്ടിലെത്തേണ്ട കാനയാണ് വലിപ്പം കുറച്ച് നിർമ്മിച്ചത്. കാനയുടെ വലുപ്പം കണ്ട കർമ്മസമിതി പ്രവർത്തകർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയെയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവനെയും വിവരം അറിയിക്കുകയായിരുന്നു. എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി 170 ദിവസത്തോളമായി ബൈപ്പാസിൽ സമരമുഖത്താണ്. ഇതിനിടയിലാണ് കാനയുടെ വലിപ്പം കുറച്ച് കാന നിർമ്മിച്ചതോടെ വഴിയടയ്ക്കലിന് പുറമെ ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ തയ്യാറെടുക്കുകയാണെന്നാണ് കർമ്മസമിതി ആരോപിക്കുന്നത്. ഇത് എന്തു വില കൊടുത്തും തടയുമെന്ന് കർമ്മസമിതി കൺവീനർ KK അൻസാർ പറഞ്ഞു. ഹൈവേയുടെ ഹൈവേ NH6 പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നായിട്ട് മുന്നുണ്ടായിരുന്ന ബൈപ്പാസ് റോഡിൽ പണിതിരുന്ന ഇത്രയും വലിയൊരു കാന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും വലിയ ഒരു കാന, ഇത്രയും ബലമായിട്ടുള്ള ഒരു കാന പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു ചെറിയ ബോക്സ്, ഒരു കുഞ്ഞു ബോക്സ്, ഇത് ശൃംഗവരം തോട്ടിലേക്ക് എത്തുന്ന കാനയാണ്. ഏറ്റവും വലിയ ഇവിടുത്തെ വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാനയാണത്. അതാണ് ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിട്ട് ചെറിയൊരു കാനയാക്കി മാറ്റാൻ പോകുന്നത്. അത് ഞങ്ങൾ തടയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാന നിർമ്മാണത്തിൽ ജനങ്ങൾ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയും പ്രതിപക്ഷ നേതാവ് TS സജീവനും വ്യക്തമാക്കി. പരിഭ്രാന്തിയിലാണ്. കാരണം ഒരു മഴ പെയ്താൽ പോലും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 3 അടിയോളം വീതിയിലുള്ള ഈ വലിയ കാന പൊട്ടിച്ചുകൊണ്ട് ചെറിയ 2 അടി വീതിയുള്ള ചെറിയ ഒരു കാനയാണ് ഇപ്പോൾ NHAI ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കിഴക്കേ ഭാഗത്തായാലും പടിഞ്ഞാറ് ഭാഗത്തായാലും വെള്ളം നല്ല രീതിയിൽ പോകുവാൻ പറ്റിയ തരത്തിലുള്ള കാനയല്ല നിർമ്മിക്കുന്നത്. അവർ പറയുന്നത് NHAIയുടെ ഡ്രോയിങ്ങിലുള്ള പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്വയം ഉണ്ടാക്കിയ പണിയല്ല. ആയതിനാൽ ഈ പണി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അതിന് സമ്മതിക്കില്ല. ഈ പണി തടയുമെന്ന് തന്നെയാണ് ഇവർ ശക്തമായി പറയുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനൊത്തു നിൽക്കാനേ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കുള്ളൂ. 100% ഇവരുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. ബസ്സിനോട് ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കാകുലരായിട്ട് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് നഗരസഭ കൗൺസിൽ ഹാളിൽ ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. NHAI ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ശിവാലയ ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സമരസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളും ജനപ്രതിനിധികളൊക്കെ തന്നെ ആലോചിച്ചിട്ട് ഈ വരുന്ന 15-ാം തീയതി ആലോചിച്ചതിന് ശേഷം ഈ കാന നിർമ്മാണ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഇന്നിപ്പോൾ ഈ കാന, ഒരു ചെറിയ കാന, അതായത് വലിയ 4 ഭാഗം നിലവിലുണ്ടായിരുന്ന കാനര വലിപ്പത്തിൻ്റെ 4 ഭാഗം വലിപ്പമുള്ളൊരു കാനയാണ് ഇന്നിപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് അവർ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. എന്തായാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വെള്ളക്കെട്ട് പടിഞ്ഞാറൻ മേഖലയിലുണ്ടാവും. കാരണം വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ളൊരു സംവിധാനം ഇന്ന് ഈ കാനയ്ക്ക് പോരാ, ഇന്നുള്ള വലിപ്പമില്ലേ കാന. അപ്പോൾ അതുകൊണ്ട് NHAIയുടെ ഉദ്യോഗസ്ഥന്മാരും ശിവാലയ ഗ്രൂപ്പിൻ്റെ ആളുകളൊക്കെ വന്ന് ഇത് പരിശോധിച്ചിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാന വെള്ളം പോകുന്ന സംവിധാനം ഉണ്ടായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ജനകീയ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാരും തന്നെ ഈ സമരസമിതിയുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാനുള്ളത്.